മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ പ്രവർത്തനോദ്ഘാടനം ഷിക്കാഗോയിൽ സിനിമാ താരം ലാലു അലക്സ് നിർവഹിച്ചു. വലിയ സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു സ്റ്റീഫൻ ഞാനിവിടെ വന്നത്. അതിനുശേഷം പിന്നെ ഷിക്കാഗോയിലേക്ക് വരുന്ന ഇപ്പോഴാണ്. ഈ ഷിക്കാഗോയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഷിക്കാഗോയിലേക്ക് വരുമ്പോഴോ അല്ലെ അമേരിക്കയിലേക്ക് വരുമ്പോഴോ കേരളം വിട്ട് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനത്താൽ വിളിച്ച് പല ഫംഗ്ഷന് പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഏറ്റവും വലിയൊരു കാര്യം ആദ്യമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, അതിപ്പോൾ ഇവിടെ ആദരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് കേരളത്തിൽ വലിയൊരു പ്രളയമുണ്ടായപ്പോൾ അതോടൊപ്പം ഏറ്റവും കൂടുതലായി ആദ്യമായി ഏറ്റവും ആക്റ്റീവായിട്ട് നിന്ന അമേരിക്കയിലുള്ള എൻ്റെ സഹോദരങ്ങൾ അല്ലെ അമേരിക്കൻ മലയാളീസ്, അതിൻ്റെ ഒരു മെയിൻ ചുക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പേര് പേപ്പറിൽ ആദ്യമായി ഞാൻ കേൾക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ ആദ്യമായി അതിനെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ അത് ഷിക്കാഗോയിൽ നിന്ന് എന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു. അതിന് ഞാനൊരു പ്രത്യേക അപ്രിസിയേഷനും എൻ്റെ സ്നേഹവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ പഴയ അവസ്ഥയിൽ നിന്നെല്ലാം മാറിയെന്ന് നിങ്ങൾക്കറിയാം. വലിയ വലിയ മാറ്റമുണ്ടായി. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറ്റം ആവശ്യവുമാണ്. പക്ഷേ ഈ കേരളം സമ്പന്നമായതിൽ അല്ലെങ്കിൽ കേരളത്തിൽ ദാരിദ്ര്യമില്ലാതായതിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആ പ്രവാസികളാണ്. ആ പ്രവാസികൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്ന അമേരിക്കൻ മലയാളീസുമാണ്. അതും എൻ്റെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസിഡന്റ് സ്റ്റീവൻ കിഴക്കേക്കൂറ്റ് അധ്യക്ഷത വഹിച്ചു. അടുത്ത 2 വർഷത്തെ കാലത്തേക്ക് മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ ഇപ്പോൾ 18 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ അസോസിയേഷന് രൂപം കൊടുത്ത് പുലർത്തി മുന്നാക്കിയ മുൻ പ്രസിഡന്റുമാരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇത്രയും കാലം ഷിക്കാഗോ മലയാളി സമൂഹത്തിൽ ഷിക്കാഗോ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ നിറഞ്ഞ സാന്നിധ്യം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി നല്ല കാര്യങ്ങൾ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. കേരളം കണ്ടോടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ ഈ അസോസിയേഷനിൽ നിന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ കേരളത്തിലേക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ റോയ് നെടുംചിറ, മഹേഷ് കൃഷ്ണ, ചാജു കണ്ടാരപ്പള്ളി, ബിനു കൈതക്കത്തൊട്ടിയിൽ എന്നിവർ സംസാരിച്ചു. മലയാളത്തിലെ ഓർമ്മകൾ, കേരളത്തിലെ ഓർമ്മകൾ നാം അമേരിക്കയിൽ വന്നു ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിത സ്മരണകളിൽ ഇന്ന് നിലനിൽക്കും. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ മലയാളികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ 1998 ശ്രീ ബ്രൈസൺ പരോള രജിസ്റ്റർ ചെയ്ത് അംഗങ്ങളെ ചേർത്തു. പിന്നീട് 2002 ശ്രീ വർഗീസ് പാലമലയുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി രൂപം കൊണ്ടു. ചിക്കാഗോയിലും പരിസര പ്രദേശങ്ങളിലുള്ള മലയാളികളെ കോർത്തിണക്കിക്കൊണ്ട് ഓണം, വിഷു, ക്രിസ്മസ് അവസരങ്ങളിൽ കുട്ടികളെയും അവരുടെ കലാപരിപാടികളെയും വിജയിപ്പിക്കുന്നതിനും മലയാളികളുടെ ആഗ്രഹങ്ങൾ ദൈനംദിന ജീവിതത്തിൽ സന്തോഷകരമാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിച്ച് കേരളത്തിന്റെ നമുക്കുള്ള ആ നഷ്ടം നമ്മൾ നികത്തിക്കൊണ്ടിരുന്നു. ഈ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ 2019-2020 കാലഘട്ടത്തിലേക്കുള്ള മിസ്റ്റർ സ്റ്റീഫൻ കിഴക്കേക്കൂറ്റ് പ്രസിഡന്റായിട്ടുള്ള ഈ ഭരണസമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെടുക. നമുക്കറിയാം, മലയാളി അസോസിയേഷനുകളിൽ നാമമാത്രമായ പ്രവർത്തനങ്ങൾ അല്ല കാഴ്ചവെക്കുന്നത്. മറിച്ച് മലയാളിയുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് കേരളവും അല്ലെ ഇന്ത്യയും ഇവിടെ അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പുതിയതായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ശ്രീ സ്റ്റീഫൻ കിഴക്കേക്കൂറ്റ്. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ വളർച്ച വളരെ ദ്രുതഗതിയിലാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ഈ അസോസിയേഷനെ ഫൊക്കാന മിഡ്വെസ്റ്റ് റീജിയന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ ചിക്കാഗോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഘടനയാണ്. ഈ ചിക്കാഗോയിൽ നിന്ന് ഒത്തിരി നേതാക്കന്മാരെ അമേരിക്കയ്ക്ക് മലയാളി സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു സംഘടനയാണ്. കേരളത്തിൻ്റെതായ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും
നമ്മളുടെ ഇതായ ഭാവി സുരക്ഷിതമാക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമാക്കാനുമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ എത്ര അസോസിയേഷൻ ഉണ്ടായാലും അത് കൂടുതലാകുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്റ്റീഫനും സ്റ്റീഫൻ്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവിനും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. താങ്ക് യു. ആദ്യത്തെ പ്രസിഡന്റാണ് ഞാൻ. 2002 ഞങ്ങൾ പ്രസ്ഥാനം തുടങ്ങിയത്. ഓവർസീസ് കോൺഗ്രസ് മിഡ്വെസ്റ്റ് റീജിയന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും സംഘടനയ്ക്ക് നേർന്നുകൊണ്ട് മിഡ്വെസ്റ്റ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ 2-3 വർഷമായി എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചതും എൻ്റെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 18 വർഷക്കാലമായി ഈ അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നു എന്ന് പിന്നിട്ട ഈ 18 വർഷക്കാലം നമ്മുടെ എല്ലാം ഇടയിൽ വളരെ മികച്ച പരിപാടികളുമായി വളരെ ഒതുക്കത്തോടും അടക്കത്തോടും വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു വരാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ജനകീയ നടൻ തിരികൊളുത്തിയ ആ പ്രവർത്തന ഉദ്ഘാടനം വളരെ ജനകീയമായ പ്രവർത്തനങ്ങളുമായിട്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത 2 വർഷത്തേക്ക് ഈ മലയാളി സമൂഹത്തിന് മുന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുക എന്നതാണ്. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശാന്തിഗിരി ചർമ്മശുദ്ധി ഹെർബൽ സോപ്പ്, ഉള്ളിലെ ശുദ്ധി ഉടലാകെ. TC Chaco Organization builds millions of dollars in prime real estate. Namaskar Asian Supermarket, Ruby Group Accounting and Tax, MSB, Masters of Skill Builders.